ഇത് ദൈവനിശ്ചയമാണ്. ഇത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കോമൺ സെൻസ്, സാമാന്യബോധം. 99% ആൾക്കാർ വിചാരിക്കുന്നത് തനിക്ക് കോമൺ സെൻസ് ഉണ്ടെന്ന്. വിദ്യാഭ്യാസമോ കുടുംബ മഹിമയോ ഒന്നുമല്ല കോമൺ സെൻസിൻ്റെ അടിസ്ഥാനം. ഈ കോമൺ സെൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരിൽ തന്നെ ഉണ്ടാകുന്നതാണ്, അവർ തന്നെ നേടിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും പലരോടും ചോദിക്കുന്നത്, നിനക്ക് കോമൺ സെൻസ് എങ്കിലും ഉണ്ടോ എന്ന്. ഈ സാമാന്യ ബോധം ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. വിദ്യാഭ്യാസം നന്നായിട്ടുള്ള ആൾക്കാർക്കും കോമൺ സെൻസ് ഉണ്ടാവണമെന്നില്ല, സാമാന്യ ബോധം ഉണ്ടാവണോ എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു പക്ഷേ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർക്കായിരിക്കും ഈ ബോധം കുറച്ചെങ്കിലും കുറവ്. സാധാരണ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, ലോകപരിചയം പോലും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരുപക്ഷെ ഇത് നന്നായിട്ട് കണ്ടെന്നും ഇരിക്കും. വിദ്യാഭ്യാസമുള്ള എല്ലാ ആൾക്കാർക്കും കോമൺ സെൻസ് ഇല്ല എന്ന് ഇതിനർത്ഥമില്ല. നല്ല പരിചയമുള്ള ആൾക്കാർക്ക് ഉണ്ടാവണം എന്നും നിർബന്ധവും ഇല്ല. അതുപോലെ തന്നെ ഒന്നും അറിഞ്ഞൂടാത്തവർക്കും ഈ കോമൺ സെൻസ് ഉണ്ടാവണോ എന്നും നിർബന്ധമില്ല. ആരിലാണോ ഇത് ഉള്ളത് അവരുടെ എല്ലാ തരത്തിലും ഭാഗ്യമുള്ള ആൾക്കാരാണ്. കാരണം അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ്, എന്തും ശ്രദ്ധിക്കാൻ തയ്യാറാണ്. തനിക്കൊന്നും അറിഞ്ഞൂടാ എന്നുള്ള ബോധത്തിൽ ഇത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. പക്ഷേ വിദ്യാസമ്പന്നർ അവർ പഠിച്ച പാഠം മാത്രം നോക്കി അവരുടെ ആ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഉറച്ചു നിന്ന് പുസ്തകത്തിലുള്ളത് മാത്രം അവർ അതിൽ ഗ്രഹിച്ച് അതിനെ തന്നെ അവർ വീണ്ടും വീണ്ടും വിശകലനം ചെയ്ത് അതിൽ ഉറച്ചു നിൽക്കാൻ മാത്രമേ പഠിക്കുകയുള്ളൂ. അല്ലാതെ സാഹചര്യത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളോ തനിക്ക് കിട്ടുന്ന അനുഭവത്തിൽ നിന്നും എടുക്കുന്ന പാഠങ്ങളോ ഒരുപക്ഷെ പണ്ഡിതന്മാരെടുത്തെന്നിരിക്കില്ല. സാധാരണക്കാരിനേക്കാളും സാധാരണക്കാർ അവരുടെ അനുഭവം ഏറ്റവും വലുതായി എടുത്ത് അവരെ ഉന്നതിയിലേക്ക് ഉയരും. മറ്റുള്ളവർ പഠിച്ച പാഠത്തിൽ ഇറുകി നിന്ന് അവരുടെ ജീവിതം ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ പാഴാക്കും. ആദ്യം നമുക്ക് വേണ്ടത് അടിസ്ഥാന ബോധം തന്നെയാണ്. ഈ ബോധം എല്ലാവർക്കും വളർത്തിയെടുക്കാനും വളർത്തി കൊടുക്കാനും ഭഗവാന് കഴിയും. ശ്രമിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, തനിക്ക് കിട്ടുന്ന പാഠങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അനുഭവം തന്നെയാണ്. അനുഭവം നേടാനുള്ളത് നേടിയെടുക്കുക. ജീവിതത്തിൽ എല്ലാ ഭാഗ്യവും നമുക്ക് കിട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമുക്കെല്ലാം നേടാൻ കഴിയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും ഇതെടുക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക. അനുഭവത്തിൻ ജഗന്നാഥനായി, ഓമേനിക്കു ജഗത് പ്രാണനായി, സന്മനസ്സിൻ ജഗത് ഗുരുവായി, ജനകഥ ഔഷധം ഇല്യൂഷനിൽ പ്രണാമം. കൽക്കി ഭാരതിയമ്മ, കൽക്കി TC 42/3481, PURA നമ്പർ 113, ഉണ്ണിനഗർ, നല്ലത്തുറോഡ്, പൂജപ്പുര, തിരുവനന്തപുരം, കേരള. ഫോൺ 8089742539, 8089742539. ഇമെയിൽ ushabharati11@gmail.com. വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം.